എല്ലാ പ്രിയപ്പെട്ടവർക്കും രാമാസ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു പുതിയ വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത്. എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, മറക്കാതെ കാണുക. ഇത് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിന് പുറത്ത് അല്പം കിഴക്ക് മാറി ഒരു ബുദ്ധമണ്ഡപം കാണാം. ഈ ബുദ്ധമണ്ഡപത്തിന് ഒരു ചരിത്രമുണ്ട്. നമുക്കവിടേക്കൊന്ന് പോകാം. ഓണാട്ടുകരയിൽ ബുദ്ധ സംസ്കാരം നിലനിന്നിരുന്ന കാലത്ത് ആലപ്പുഴ ജില്ലയുടെ പല ഭാഗങ്ങളിലും ബുദ്ധപ്രതിമകൾ സ്ഥാപിച്ചിരുന്നതായും അന്ന് ബുദ്ധമതത്തെ എതിർത്തിരുന്ന ഒരു വിഭാഗം അവയെല്ലാം നശിപ്പിച്ച് അടുത്തുള്ള പാടങ്ങളിലും തോടുകളിലും നദികളിലും കായലുകളിലും കൊണ്ട് കളഞ്ഞതായി പറയപ്പെടുന്നുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധപ്രതിമകൾ കണ്ടെടുത്തിട്ടുള്ളത് ആലപ്പുഴ ജില്ലയിലെ ഓണാട്ടുകരയിൽ നിന്നാണ്. അതിൽ ഏറ്റവും വലിപ്പമുള്ളതാണ് മാവേലിക്കരയിൽ സ്ഥാപിച്ചിട്ടുള്ളത്. ഈ പ്രതിമയ്ക്ക് 3 അടിയോളവും പൊക്കമുണ്ട്. 9-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണെന്ന് കരുതപ്പെടുന്ന ഈ പ്രതിമ കണ്ടിയൂർ പാടത്തു നിന്ന് ലഭിച്ചതാണെന്നും അതല്ല, കണ്ടിയൂർ ക്ഷേത്രത്തിന് സമീപമുള്ള അച്ചൻകോവിലാറിൻ്റെ തീരത്ത് കമഴ്ന്നു കിടക്കുന്ന അവസ്ഥയിൽ കാണപ്പെട്ട പ്രതിമ വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികൾ അന്നത്തെ തിരുവിതാംകൂർ ദിവാനായിരുന്ന രാഘവയ്യയുടെ ഉത്തരവ് പ്രകാരം 1923 പ്രതിഷ്ഠിച്ചതാണെന്നും മാവേലിക്കര കൊട്ടാരത്തിൽ നിന്നാണ് മണ്ഡപം പണിതതെന്നും പറയപ്പെടുന്നുണ്ട്. ഇടത് കൈയുടെ മുകളിൽ വലത് കൈ നിവർത്തിവെച്ച് ധ്യാനത്തിലിരിക്കുന്ന രീതിയിലും മുടികൊണ്ടുള്ള കിരീടവും നമുക്ക് കാണുവാൻ സാധിക്കും. കൊത്തുപണിയുടെ മഹിമ പ്രതിമയിൽ നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്നതാണ്. 1966 ആർക്കിയോളജി വകുപ്പ് ഇത് ഏറ്റെടുത്ത് സംരക്ഷിത സ്മാരകമായി മാറ്റിയിരിക്കുന്നു. മാവേലിക്കര കൂടാതെ കറ്റാനം ഭരണിക്കാവ് ക്ഷേത്രത്തിന് സമീപവും ബുദ്ധപ്രതിമകൾ നമുക്ക് കാണുവാൻ സാധിക്കും. BC 563 നേപ്പാളിലെ കപിലവസ്തുവിന് സമീപമുള്ള ലുംബിനിയിൽ ശുദ്ധോധന രാജാവിൻ്റെയും മായാദേവിയുടെയും പുത്രനായി ജനിച്ചു. സിദ്ധാർത്ഥ ഗൗതമൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്തെ പേര്. രാജകുമാരൻ്റെ എല്ലാ സുഖസൗകര്യങ്ങളിലും കൂടി അദ്ദേഹം വളർന്നു. 16-ാമത്തെ വയസ്സിൽ ബന്ധത്തിലുള്ള യശോധരയെ ഭാര്യയായി സ്വീകരിച്ചു. അവർക്കൊരു പുത്രൻ ജനിച്ചു. രാഹുലൻ എന്നായിരുന്നു കുട്ടിയുടെ പേര്. 29-ാമത്തെ വയസ്സിൽ ഭാര്യയെയും മകനെയും കൊട്ടാരത്തെയും സകല രാജകീയ സുഖസൗകര്യങ്ങളും ഉപേക്ഷിച്ച് ഏകാഗിയായി അദ്ദേഹം യാത്ര ആരംഭിച്ചു. മഹാപരിനിർവാണം എന്നാണ് ആ സംഭവത്തിന് പറയപ്പെടുന്നത്. പരമമായ സത്യത്തെ കണ്ടെത്താനായി 6 വർഷം അദ്ദേഹം അലഞ്ഞു. 35-ാമത്തെ വയസ്സിൽ ഇന്നത്തെ ബീഹാർ സംസ്ഥാനത്തെ ബോഗ്യയിൽ ഒരു ആൽമരത്തിന് ചുവട്ടിൽ ദിവസങ്ങളോളം ഏകാന്ത ധ്യാനം അനുഷ്ഠിക്കവേ ജ്ഞാനോദയം അദ്ദേഹത്തിന് ലഭിച്ചു. അതിനുശേഷമാണ് ശ്രീബുദ്ധൻ എന്നറിയപ്പെടുന്നത്. ശ്രീബുദ്ധനായതിനു ശേഷം ബുദ്ധമതം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും അത് പരിപൂർണ വിജയത്തിൽ എത്തിക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചു. ബുദ്ധമതത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ: ജീവിതം ദുഃഖമയമാണ്, ആഗ്രഹങ്ങളാണ് ദുഃഖത്തിന് കാരണം, ആഗ്രഹത്തെ കീഴ്പ്പെടുത്തി ദുഃഖത്തെ ഇല്ലാതാക്കാം, ദുഃഖനിവാരണത്തിന് അഷ്ടാംഗമാർഗം സ്വീകരിക്കുക, കൂടാതെ ആര്യസത്യയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മറ്റുള്ളവരുടെ സ്വത്ത് ആഗ്രഹിക്കാതിരിക്കുക, ആരെയും ഹിംസിക്കരുത്, ലഹരി ഉപയോഗിക്കരുത്, കള്ളം പറയരുത്, വ്യഭിചരിക്കരുത്. ഇവയെല്ലാം ആയിരുന്നു അവ. BC 483 ശ്രീബുദ്ധൻ 80-ാമത്തെ വയസ്സിൽ ഉത്തർപ്രദേശിലെ ഖുശി നഗരത്തിൽ വെച്ച് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു.